നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളതിൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം EOQ അല്ലെങ്കിൽ ലോട്ട് സൈസ്. EOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് EOQ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ഐഡിയൽ ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ? ഒരു കമ്പനി പർച്ചേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടുത്തെ ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെൻട്രി കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഡർ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഐഡിയൽ ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ EOQ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതിനെ തന്നെയാണ് നമ്മൾ ലോട്ട് സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു EOQ എന്നുള്ളത് കൊണ്ട് ഈ നമ്മളുടെ കമ്പനിയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റോക്കും ഉണ്ടാവില്ല, കുറവായിട്ടുള്ള സ്റ്റോക്കും ഉണ്ടാവില്ല. ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ EOQ കാരണം സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കുറേ സ്റ്റോക്ക് വാങ്ങി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ? ഇനിയല്ല, നമ്മൾ കുറേശ്ശെ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ ഓർഡറിങ് കോസ്റ്റ് കൂടും അല്ലേ? സോ നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റും കൂടാൻ പാടില്ല, ഓർഡറിങ് കോസ്റ്റും കൂടാൻ പാടില്ല. സോ എപ്പോഴും നമുക്കൊരു അതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ EOQ എന്നുള്ള സിസ്റ്റം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഒരു ഓർഗനൈസേഷന് ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. നമുക്ക് അത് കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ ഡിമാൻഡ്, ആ കമ്പനിയുടെ ഡെലിവറി ലാഗ്, അതേപോലെ തന്നെ ആ കമ്പനിയുടെ ഗവൺമെൻറ് പോളിസീസ്, ആ കമ്പനിയിലെ നമ്പർ ഓഫ് ഐറ്റംസ്, സേഫ്റ്റി ഓഫ് സ്റ്റോക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്നാണ് ഫസ്റ്റ് വൺ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം, രണ്ടാമത്തേത് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. ഇത് രണ്ടും ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റോക്ക് ലെവലിൻ്റെ ബേസിലാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് ലെവലിനെ ബേസ് ചെയ്തിട്ടാണ്. പീരിയോഡിക് റിവ്യൂ സിസ്റ്റം പേരിൽ തന്നെ ഉണ്ട്, ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു റീ ഓർഡർ പോയിൻ്റ് തീരുമാനിക്കും. അതായത് എപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോക്കിന് ഓർഡർ കൊടുക്കേണ്ടത് എന്നുള്ളത്, നമ്മൾ എത്രയാണ് നമ്മുടെ സ്റ്റോക്ക് ലെവൽ ആവുമ്പോഴാണ് ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വയ്ക്കും. പിന്നെ നമ്മുടെ സ്റ്റോക്കിൻ്റെ ലെവൽ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഓർഡർ കൊടുക്കും. അതാണ് നമ്മൾ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് അടുത്ത സ്റ്റോക്കിന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റം. രണ്ടാമത്തത് പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈമാണ് ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ മാസവും 1-ാം തീയതി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തത് സ്റ്റോക്ക് കുറയുമ്പോഴേ നമ്മൾ ഓർഡർ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തത് സ്റ്റോക്ക് കുറയാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ നമ്മൾ ആ ടൈമിൽ നമ്മൾ ഓർഡർ നടത്തുന്നു. സോ ഈ ഒരു രണ്ടെണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ട് ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അപ്പോൾ ഫിക്സഡ് ഓർഡർ ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ EOQ മോഡൽസിൻ്റെ ടൈപ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും മോഡൽസ് വിത്ത് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും. ഇതിൽ മോഡൽസ് വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടിനെ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രോബബിളിസ്റ്റിക് ഡിമാൻഡ് മോഡലും ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡലും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡൽ എന്നാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസിലേക്കും പോകുന്നത്. ഈ ഡിറ്റർമിനിസ്റ്റിക് ഡിമാൻഡ് മോഡലിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക് ഡിമാൻഡ് മോഡലും രണ്ടാമത്തത് ഡൈനാമിക് ഡിമാൻഡ് മോഡലും. സോ നമ്മൾ പറഞ്ഞു ആദ്യം ഇതിനെ വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റി വിത്ത് പ്രൈസ് ക്വാണ്ടിറ്റിയിലും വിത്തൗട്ട് പ്രൈസ് ക്വാണ്ടിറ്റീനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് പ്രോബബിളിസ്റ്റിക്കും ഡൈനാമിക് ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്. അതിൽ ഡിറ്റർമിനിസ്റ്റിക്കിലുള്ള വീണ്ടും ഉള്ള ക്ലാസിഫിക്കേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കും ഡൈനാമിക്കും. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക് ഡിമാൻഡ് മോഡലിൽ തന്നെ മോഡൽസ് വിത്ത് നോ ഷോർട്ടേജ്, മോഡൽസ് വിത്ത് ഷോർട്ടേജ്, റിസോഴ്സ് കൺസ്ട്രെയിൻ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് 3 ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടായിരുന്നു. അതായത് സ്റ്റോക്കിൽ ഷോർട്ടേജ് ഉള്ള കേസ്, ഇല്ലാത്ത കേസ്, അതേപോലെ തന്നെ റിസോഴ്സ് കൺസ്ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞ 3 കേസ്. അതേപോലെ തന്നെ ഡൈനാമിക് മോഡലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വാരിയബിൾ ഡിമാൻഡിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്, വാരിയബിൾ ലീഡ് ടൈമിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ വാരിയബിൾ ലീഡ് ടൈം എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ട്. സോ ഇതാണ് ഈ ഒരു EOQ മോഡൽസിൻ്റെ മൊത്തം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഓർഡറിലൊന്നും അല്ല നമ്മൾ പ്രോബ്ലം പഠിക്കുക, നമ്മൾ ഓരോ മോഡലായിട്ട് എടുത്താണ് പഠിക്കുക. സോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു തിയറി പോർഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇൻവെൻട്രി മോഡൽ, ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം EOQ ആണ്. EOQ വെച്ചിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് പുറമേ ഉള്ള EOQ മോഡൽസുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. സോ ഇനി നമുക്ക് ഓരോ മോഡൽ എടുത്തിട്ട് അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ മോഡൽ 1 പ്രോബ്ലംസ് ആണ്. അതായത് ബേസിക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്ലാസിക്കൽ EOQ. ഇത് നമ്മളെല്ലാവരും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്തിരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. അതായത് നമുക്ക് ആനുവൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ടാവും, ക്യാരിങ് കോസ്റ്റ് ഉണ്ടാവും, ഇത് അതേപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് ആണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ആനുവൽ ഡിമാൻഡിനെ നമ്മൾ D എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, അതേപോലെ തന്നെ ഓർഡറിങ് കോസ്റ്റിനെ C0 അല്ലെങ്കിൽ A എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, ക്യാരിങ് കോസ്റ്റിനെ CH അല്ലെങ്കിൽ IC എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കും. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഓർഡറിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക മാത്രമേ ഇവിടെ ചെയ്യേണ്ടി വരുള്ളൂ. സോ അതിൻ്റെ ബേസിക് അസംഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാവുക, അതേപോലെ ഇവിടെ വോളിയം ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവില്ല. ഇവിടെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഔട്ട് ഓഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഷോർട്ടേജോ ഈ ഒരു കേസിൽ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. അതിൻ്റെ മുന്നേ കുറേ ഫോർമുലാസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൽ ഈ ഇക്വേഷൻസൊക്കെ മനസ്സിലാക്കുക. ഒരു 3-4 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്നുള്ളത്. ആ ഇക്വേഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇതാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ആനുവൽ യൂസേജ് തന്നിട്ടുണ്ട്, അതായത് D തന്നിട്ടുണ്ട്, കോസ്റ്റ് പെർ പ്രൈസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് പെർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CH അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഓർഡറിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതായത് C0 തന്നിട്ടുണ്ട് അല്ലെങ്കിൽ A തന്നിട്ടുണ്ട്. ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട് 20% ഓഫ് ആവറേജ് ഇൻവെൻട്രി. ഇത്രയും വെച്ചിട്ട് നമ്മളോട് EOQ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിനെ നൊട്ടേഷൻസ് എഴുതി വെക്കുകയാണ് വേണ്ടത്. അതായത് ആനുവൽ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ D ആണ്, ദാറ്റ് ഈസ് 500 പീസസ്. നെക്സ്റ്റ് കോസ്റ്റ് ഓർഡറിങ് കോസ്റ്റ്, അതാണ് അടുത്തത് വേണ്ടത്, ദാറ്റ് ഈസ് A അല്ലെങ്കിൽ C0, അത് 10 ആണ്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് CH ആണ് അല്ലേ. CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. പക്ഷെ അത് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കോസ്റ്റ് പെർ പീസ് തന്നിട്ടുണ്ട് 100. അതിൽ ഹോൾഡിംഗ് കോസ്റ്റ്
20% ഓഫ് ആവറേജ് ഇൻവെൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു പീസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അതിൻ്റെ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 20% ആണ് അല്ലേ. സോ 100ൻ്റെ 20% ആണ് ഹോൾഡിംഗ് കോസ്റ്റ്, ദാറ്റ് ഈസ് 20. സോ അപ്പോൾ നമുക്ക് ഡി കിട്ടി, C0 കിട്ടി, CH കിട്ടി. ഇനി നമ്മളിത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ മതി. EOQയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയണതാണ്. √2 DC0 ഡിവൈഡഡ് ബൈ CH. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ 2CA/I ആവാം, അല്ലെങ്കിൽ 2DA/I ആവാം. അങ്ങനെ പല ഇക്വേഷൻസും ഇത് ഒരേ സംഭവത്തിന് തന്നെ ഡിഫറെൻറ്റ് നൊട്ടേഷൻസിൽ പറയുന്നതാണ്. സോ നമ്മളിവിടെ മാനേജ്മെൻറ്റ് സയൻസിൽ EOQൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞെടുക്കേണ്ടത് ഇതാണ്. √2 DC0 ഡിവൈഡഡ് ബൈ CH. ഇവിടെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡാണ്, C0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് ആണ്, CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. അതിനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ EOQ കിട്ടും. സോ 22 പീസ് എന്നുള്ളത് നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാവും. പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് കാണാനുള്ളത് ചോദ്യം